തിരുവനന്തപുരം ജില്ലയിൽ എല്ലാവർക്കും അറിയാവുന്നൊരു മീൻമുട്ടി വെള്ളച്ചാട്ടമുണ്ട്. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അധികം ആർക്കും അറിഞ്ഞാത്തൊരു മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലാണ്. നമുക്കിവിടുത്തെ കാഴ്ചകൾ കണ്ടുവരാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ മാറി കിളിമാനിൻ്റെ അടുത്തായാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഫാമിലിയായെല്ലാം തന്നെ വരാൻ പറ്റിയ സ്ഥലം. നമ്മളിവിടെ വന്നപ്പോഴേക്കും ഒത്തിരി ഫാമിലിയായുള്ള ആളുകൾ ഇവിടെ വരുന്നത് കാണാൻ കഴിഞ്ഞു. മഴ കൂടുതലുള്ള സമയത്ത് കുട്ടികളിവിടെ കുളിക്കാൻ ഇറക്കുന്നത് ശ്രദ്ധിച്ച് വേണം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റും മരങ്ങളും പാറകളുമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലും കുളിക്കാൻ സൗകര്യമുണ്ട്. ഇവിടേക്ക് വരുന്നവർ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ ഒന്നും തന്നെ വെള്ളത്തിൽ വലിച്ചെറിയരുത്. വേസ്റ്റ് ഇടുവാൻ വേണ്ടി പ്രത്യേക സൗകര്യം ഇവിടെ ഉണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന വഴി ഈ കാണുന്ന അരുവിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന പാലം വഴിയാണ് താഴേക്ക് ഇറങ്ങേണ്ടത്. വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് കാണുവാനും 2-3 സ്ഥലങ്ങളിൽ വ്യൂ പോയിൻ്റ് ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നവരെല്ലാം വെള്ളച്ചാട്ടത്തിലേക്ക് പോയിട്ട് തിരിച്ച് കയറി വരുന്നതാണ്. സ്റ്റെപ്പ് ഇറങ്ങിയതിന് ശേഷം ഈ കാണുന്ന പാറയുടെ മുകളിലൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. ഈ കാണുന്നതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ വലിയ താഴ്ചയൊന്നും തന്നെ ഇല്ല. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൻ്റെ തൊട്ടടുത്തായി തന്നെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്നും കുളിക്കാം. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം തൊട്ട് മേലായും കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിനടുത്തായി തന്നെയാണ് ഒരു ശിവൻ്റെ അമ്പലം കൂടി ഉള്ളത്. കുറച്ച് നാളുകൂടി കഴിയുമ്പോഴേക്കും ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പാസ് എടുക്കേണ്ടി വരും. ഇവിടെ നല്ല രീതിയിൽ തിരക്കുള്ളതിനാൽ ഐസ്ക്രീം കച്ചവടക്കാരൻ നല്ല രീതിയിൽ ഐസ്ക്രീം കച്ചവടം നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റുകളിൽ ഒന്നിവിടെയാണ്. അപ്പോൾ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.